Hello dears, welcome back to ISK SA English. Hello dear students, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഫസ്റ്റ് സെമ്മിൻ്റെ ജനറൽ ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ്. അപ്പോൾ നമ്മളെ പേപ്പറിൻ്റെ പേര് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ യൂണിറ്റാണ്, ഡിഫറെൻറ്റ് ഫോംസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചാനലിനെ ബേസ് ചെയ്തിട്ട് രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാണ് ചാനലിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ? വെർബൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. സ്റ്റൈൽ ബേസ് ചെയ്തിട്ട് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഇൻഫോർമലും. അപ്പോൾ സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ട് രണ്ട് തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഫോർമൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ബേസ്ഡ് ഓൺ സ്റ്റൈൽ ആൻഡ് പർപ്പസ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. പർപ്പസ് അതുപോലെ തന്നെ സ്റ്റൈല്. പർപ്പസ് ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം, സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ രീതി, അതെങ്ങനെ. അപ്പോൾ ഇവയെ ബേസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം. ഫോർമൽ ഓർ ഒഫീഷ്യൽ. ഫോർമലിനെ നമ്മൾ ഒഫീഷ്യൽ എന്നും വിളിക്കും. ആ ഫോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ രണ്ടുപേരുണ്ട്. ഫോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ in which the exchange of information is done through the predefined channels. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച ചില രീതികളിലൂടെ ആയിരിക്കും. അതാണ് സ്റ്റൈല്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കണം? കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കും. മാത്രമല്ല ഇറ്റ് ഈസ് റിജിഡ്, സിസ്റ്റമാറ്റിക്, പാസസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആൻഡ് ഈസ് സ്ലോ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് റിജിഡ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റേതായ ചില രീതികളിലൂടെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു അളവുണ്ടാവില്ല. അതൊരു സിമ്പിൾ അല്ല, അത് റിജിഡ് ആയിട്ടുള്ള, അതൊരു ടൈറ്റ് ആയിട്ടുള്ള, അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിരിക്കും, അതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കും. പാസസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഒറ്റയടിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കഴിയില്ല, അതിന് അതിൻ്റേതായിട്ടുള്ള ചില ഘട്ടങ്ങളിലൂടെയൊക്കെ അത് കടന്നു പോകണം. മാത്രമല്ല ഈ സ്ലോ, പെട്ടെന്ന് ഒറ്റയടിക്ക് കഴിയില്ല. എന്തായിരിക്കും? സാവധാനത്തിലെ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടക്കൂ. ഇറ്റ് വുഡ് പ്രൊഡ്യൂസ് ഡോക്യുമെന്റഡ് റെക്കോർഡ്സ് ആൻഡ് ക്യാൻ ബി ട്രാക്ക്ഡ് അറ്റ് ലേറ്റർ ടൈം ഇഫ് നെസസറി. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഡോക്യുമെന്റഡ് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രേഖയാക്കി വെക്കാൻ പറ്റും. നമുക്ക് പിന്നീട് ഒരു ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. For example, if a worker in a firm wants to convey something to the managing director, he or she has to follow the protocol and go through the proper channel. അതായത് ഒരു ഫേമിൽ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ഒരു ജോലിക്കാരിക്ക് ആ സ്ഥാപനത്തിൻ്റെ മാനേജർ ഡയറക്ടറോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അങ്ങോട്ട് ഓടിപ്പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ചില പ്രോട്ടോക്കോളുകൾ, ചില രീതികൾ, ചില നടപടിക്രമങ്ങളുണ്ട്. മാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കണമെങ്കിൽ അത് എങ്ങനെ അറിയിക്കണമെന്ന് ഒരു നിശ്ചിതമായ രീതിയും അതിനുണ്ടായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒറ്റയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയിട്ട് അങ്ങോട്ട് പറയേണ്ട കാര്യം പറയാൻ പറ്റില്ല. അതിന് ഫോളോ പ്രോട്ടോകോൾ, അതിനെന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഒരു പ്രോട്ടോകോള്, അതിലൊരു നടപടി ക്രമം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗോ ത്രൂ പ്രോപ്പർ ചാനൽ,
അതിനൊരു പ്രോപ്പർ ചാനൽ ഉണ്ടായിരിക്കും. പ്രോപ്പർ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ പോലത്തെ ചാനലല്ല. അത് എങ്ങനെ പറയണം, ചാനൽ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് ഇമെയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ലെറ്റർ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു മീഡിയം, അങ്ങനെ ഒരു രീതി, ഒരു വസ്തുതയാണ് ഇവിടെ ചാനൽ കൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ പാസിങ് ത്രൂ വേരിയസ് ലെവൽസ്, അതിനെന്തുണ്ടായിരിക്കും, അത് പല ലെവലിലൂടെ കടന്നു പോകണം. ഒരു പക്ഷെ ഒറ്റയടിക്ക് അങ്ങോട്ട് നമ്മൾ ഉദ്ദേശിക്കുമ്പോഴേക്കും ആ കാര്യം നടക്കണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി വെർട്ടിക്കൽ. അപ്പൊ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നുകിൽ അത് വെർട്ടിക്കൽ ആവാം, ഒന്നുകിൽ അത് എന്താവാം, വെർട്ടിക്കൽ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ വെർട്ടിക്കൽ ഉണ്ട്. എന്താണ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ? വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ ഫ്ലോസ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ ലെവൽസ്. ഇതാണ് വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ അപ്പർ ലെവൽ ആൻഡ് ലോവർ ലെവൽ, രണ്ട് ലെവലിൽ നിൽക്കുന്ന ആളുകൾ. അതായത് മുകളിലെ തട്ടിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ, ഒരു ഇൻഫോർമേഷൻ താഴെ തട്ടിലേക്ക് വരിക. അതേപോലെ തന്നെയാണ് താഴെ തട്ടിൽ നിന്നും ഒരു ഇൻഫോർമേഷൻ മുകളിലത്തെ തട്ടിലേക്ക് പോവാം. ഇതിനാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നേരെ ഒറ്റയടിക്ക് മുകളിലെ തട്ടിൽ നിന്നും താഴേക്ക് വരില്ല. അതായത് താഴത്തെ തട്ടിൽ നിന്നും ഒരാൾക്ക്, ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് മുകളിലത്തെ തട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മളെ സംബന്ധിച്ച് മുകൾ തട്ടിൽ നിൽക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. നമുക്ക് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു ഇൻഫോർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പോൾ പല കൈകളിലൂടെ മറിഞ്ഞിട്ട് ഇത് എങ്ങോട്ട് എത്തും, മുകളിലേക്ക് എത്തും. അപ്പൊ ഇങ്ങനെ അപ്പർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്കും ലോവർ ലെവലിൽ നിന്നും അപ്പർ ലെവലിലേക്കും ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹൊറിസോണ്ടൽ എന്നുള്ളതാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടും ഇൻഫോർമേഷൻ പാസ് ചെയ്യും. അതായത് ഇൻഫോർമേഷൻ ഫ്ലോ ഈസ് ബിറ്റ്വീൻ സിമിലർ ലെവൽസ്, അതായത് ഒരേ തലത്തിൽ ഒരേ ആളുകൾ, ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സിന്റെ ഇടയിൽ, അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ഇടയിൽ, മന്ത്രിമാർക്കിടയിൽ, മുഖ്യമന്ത്രിമാർക്കിടയിൽ, അപ്പോൾ ഒരേ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകൾക്കിടയിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ ലെവൽ ഓർ ഡയഗണൽ. ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ ലെവലാണ് ഡയഗണൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇൻഫോർമേഷൻ ഫ്ലോസ് അക്രോസ് വേരിയസ് ലെവൽസ്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ലെവലിൽ പാസ് ചെയ്യാണ്. അതായത് ഒരേ സമയം തന്നെ ഇൻഫോർമേഷൻ പല തലങ്ങളിലുള്ള ആളുകളിലേക്ക് പാസ് ചെയ്യുന്നു. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇടനിലക്കാരോ മറ്റോ ഇല്ല. ഒരേ സമയത്ത് ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം ഇൻഫോർമേഷൻ എന്ത് ചെയ്യാണ്, ഒരുപാട് ആളുകളിലേക്ക് എത്തുകയാണ്. അത് പല തലത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻഫോർമേഷൻ പ്രിൻസിപ്പൽ ഒരേ സമയം തന്നെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നു. എന്നാൽ അതേ സമയത്ത് കുട്ടികൾ, അത് എക്സാമ്പിളായിട്ട് വരുന്നത് ഡയഗണൽ. എന്നാൽ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ മാത്രമാണെങ്കിൽ അത് ഹൊറിസോണ്ടൽ. എന്നാൽ കുട്ടികളുടെ കയ്യിൽ നിന്നും ഒരു ഇൻഫോർമേഷൻ ടീച്ചേഴ്സിലേക്ക് എത്തുന്നു, ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും പ്രിൻസിപ്പലിലേക്ക് എത്തുന്നു, അത് വെർട്ടിക്കൽ. ലെറ്റ് us discuss with an example. In a school, a student has an issue. He or she discusses it with his or her friends and decide to raise it to the class monitor first. അതായത് ഒരു കുട്ടിയുടെ ഒരു പ്രശ്നം സ്കൂളിൽ ഉണ്ടാവുമ്പോൾ അത് ആദ്യം ആ കുട്ടി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സുഹൃത്തുക്കളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അത് ആരിലേക്ക് എത്തിക്കും, ക്ലാസ് മോണിറ്റർ, അതായത് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്, അതായത് ലീഡറിൻ്റെ അടുത്തേക്ക് എത്തിക്കും. ഹു വുഡ് ടേക്ക് ഇറ്റ് ടു ദ ട്യൂട്ടർ. ലീഡറാണ് ട്യൂട്ടർ മീൻസ് ടീച്ചറുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. ദ ഇഷ്യൂ ഈഫ് ഫൗണ്ട് ജെന്യൂൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ്, ടീച്ചർക്ക് തോന്നുകയാണ് അത് പ്രധാനപ്പെട്ട സത്യസന്ധമായിട്ടുള്ള ഒരു കേസാണ്, അതായത് പ്രധാനപ്പെട്ടതാണെന്ന് ടീച്ചർക്ക് തോന്നുകയാണെങ്കിൽ വുഡ് ബി ബ്രോട്ട് ടു പ്രിൻസിപ്പൽസ് അറ്റൻഷൻ, അത് നേരെ പ്രിൻസിപ്പലിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കും. ഇൻ എ സ്റ്റാഫ് മീറ്റിംഗിൽ വെച്ച് ദ പ്രിൻസിപ്പൽ വുഡ് അഡ്രസ് ദ ഇഷ്യൂ, ടേക്ക് നെസസറി സ്റ്റെപ്സ് ആൻഡ് ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ പോളിസി let the students and teachers know it during the assembly.
പ്രിൻസിപ്പൽ എന്ത് ചെയ്യും? ആ ഒരു വിഷയത്തെ പ്രിൻസിപ്പൽ ശ്രദ്ധിക്കും, പരിഗണിക്കും. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെ, ടേക്ക് നെസസറി സ്റ്റെപ്സ് ഇഫ് ദർ ഈസ് ചേഞ്ച് ഇൻ പോളിസി. നയങ്ങളിൽ, കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചേഞ്ചസ് വരുത്തും. അതിനുശേഷം പ്രിൻസിപ്പൽ എന്ത് ചെയ്യും? ലെറ്റ് ദ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് നോ ഇറ്റ് ഡ്യൂറിങ് ദ അസംബ്ലി. അസംബ്ലിയിൽ അത് ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും അറിയിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ രീതിയിലും ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ വെർട്ടിക്കലായിട്ട് ഫ്ലോ ചെയ്തു, അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ട് ഫ്ലോ ചെയ്തു, പിന്നെ ഡയഗണലായിട്ടും ഫ്ലോ ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റേജ്, ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് വേർ ദ സ്റ്റുഡൻറ് ഡിസ്കസ്ഡ് ഇറ്റ് വിത്ത് ഹിസ് ഓർ ഹെർ പീസ് ഇൻ ആൻ എക്സാമ്പിൾ ഓഫ് ഹൊറിസോണ്ടൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. ആദ്യം ആ കുട്ടി ചെയ്തത് അവൻ്റെ പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സുഹൃത്തുക്കൾ, അവൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് ആദ്യം അവൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അതേ ലെവലിൽ, അവൻ്റെ അതേ റാങ്കിലുള്ളവരുമായിട്ട് അവൻ ഡിസ്കസ് ചെയ്തു, അതായത് ഹൊറിസോണ്ടൽ. അതിനുശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ക്ലാസ് മോണിറ്റർ ടു ദ പ്രിൻസിപ്പൽ ഫോളോസ് വെർട്ടിക്കൽ പാത്ത്. അതിനുശേഷം ക്ലാസ് മോണിറ്റർ, അതായത് ക്ലാസ് ലീഡറുടെ കയ്യിൽ നിന്നും ഈ ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നു? പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം, ക്ലാസ് മോണിറ്ററുടെ കയ്യിൽ നിന്നും ഈ ഒരു ഇൻഫോർമേഷൻ പ്രിൻസിപ്പലിൻ്റെ കയ്യിലേക്ക് നേരിട്ട് അങ്ങോട്ട് എത്തുകയല്ല, അതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ വരുന്നുണ്ട്. അപ്പോൾ ക്ലാസ് മോണിറ്റർക്ക് പ്രിൻസിപ്പലിന് നേരിട്ട് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മീഡിയേറ്റർ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെർട്ടിക്കലാണ് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്തത്, വെർട്ടിക്കലായിട്ടാണ് ഇവിടെ ഇൻഫർമേഷൻ ഫ്ലോ ചെയ്തത്. ദ പ്രിൻസിപ്പൽ ഡയറക്ട്ലി അഡ്രസ്സിംഗ് ദ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡയഗണൽ ഫ്ലോ. അപ്പോൾ അതിനുശേഷം പ്രിൻസിപ്പൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതിനുശേഷം ദ പ്രിൻസിപ്പൽ ഡയറക്ട്ലി അഡ്രസ്സിംഗ് ദ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. അതിനുശേഷം പ്രിൻസിപ്പൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ഇൻഫർമേഷൻ രണ്ട് തലത്തിലേക്ക്, അതായത് ടീച്ചേഴ്സിലേക്കും സ്റ്റുഡൻസിലേക്കും ഒരേ സമയം വരികയാണ്. അപ്പോൾ ഇവിടെ ഡയഗണലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത്, കാരണം പല തലങ്ങളിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഡയഗണൽ എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ in which the interchange of information does not follow any channels. That is, the communication stretches in all directions. അപ്പോൾ എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്, അതായത് ലാംഗ്വേജ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു ചാനൽ ഉപയോഗിക്കുന്നില്ല, നിശ്ചിതമായിട്ടുള്ള ഒരു ചാനൽ ഉപയോഗിക്കുന്നില്ല. അതായത് ദ കമ്മ്യൂണിക്കേഷൻ സ്ട്രെച്ചസ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നു? എല്ലാ ഡയറക്ഷനിലേക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എല്ലാവരിലേക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത് കമ്മ്യൂണിക്കേഷൻ പല പല തലങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ, കാരണം നേരത്തെ പറഞ്ഞെടുത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് പല പല ചാനൽ പറഞ്ഞു നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ വെർട്ടിക്കൽ ആവാം, അതുപോലെ തന്നെ ഒറിസോണ്ടൽ ആവാം, ഡയഗണൽ ആവാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് എന്ത് ചെയ്യാണ്? അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാണ്. അങ്ങനെ സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചാനലൊന്നും, ഒരു പെർട്ടിക്കുലർ ഒരു പാറ്റേൺ, ഒരു ചാനലൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഇനി ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നും വിളിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഓറൽ ആൻഡ് ഫ്ലെക്സിബിൾ.
അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്കവാറും ഓറൽ, അതായത് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വായ കൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. അതായത് സംസാരത്തിലൂടെ, ശബ്ദം വായ കൊണ്ടാണ് ഇവിടെ. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിടത്ത് റിജിഡ് എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ്, വളരെ ഫ്ലെക്സിബിൾ ആണ്, നല്ല വഴക്കുള്ളതാണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ മോസ്റ്റ്ലി ഹാപ്പൺസ് എമംഗ് പേഴ്സൺസ് ഓഫ് സെയിം ലെവൽ. അപ്പോൾ ഈ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ കാര്യമായിട്ട് നടക്കുന്നത് സമപ്രായക്കാർക്കിടയിലാണ്. അതായത് കൂട്ടുകാർക്കിടയിൽ, അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിലാണ് ഇൻഫോർമൽ, ഒരേ ലെവലിലുള്ള ആളുകൾ, അത്തരം ആളുകൾക്കിടയിലാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇറ്റ് ഈസ് സ്പോണ്ടാനിയസ് ആൻഡ് ഫാസ്റ്റ്. ഇതെന്തായിരിക്കും? സ്പോണ്ടാനിയസ് ആയിരിക്കും, അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞെടുത്ത് ഫോർമൽ എന്ന് പറയുമ്പോൾ താഴത്തുനിന്ന് മുകളിലേക്ക് എത്താൻ, അതായത് നമ്മളൊരു കാര്യം, ഇപ്പോൾ എൻ്റെ ഒരു ആവശ്യം എനിക്ക് മുഖ്യമന്ത്രിയെ അറിയിക്കണം, അങ്ങോട്ട് എത്തണമെങ്കിൽ അതിനൊരുപാട് സമയം പിടിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്, നമുക്ക് തന്നെ നേരിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് അറിയിക്കാൻ പറ്റും. സ്പോണ്ടാനിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ലാഗില്ല, വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ, വളരെ ഒഴുക്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് നടന്നോളും. ഇറ്റ് റിക്വയേഴ്സ് നോ പ്രീ ഡിഫൈൻഡ് ചാനൽ. ഇതിന് ഒരു പ്രീ ഡിഫൈൻഡ് ചാനൽ ഒന്നുമില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇന്ന രീതിയിലായിരിക്കണം, അതായത് ഇമെയിലിലെ പാടൂ അല്ലെങ്കിൽ ലെറ്ററിലെ പാടൂ, അങ്ങനെയൊന്നുമില്ല. ഇവിടെ അത്തരം ഒരു നിശ്ചിതമായിട്ടുള്ള മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു ചാനൽ ഇവിടെ ഇല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഫ്രണ്ട്സ് അറ്റ് വർക്ക് പ്ലേസ് ഡ്യൂറിങ് കോഫി ബ്രേക്ക് ഈസ് ഇൻഫോർമൽ. അപ്പോൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ജോലി സ്ഥലത്തുള്ളവർ അവരുടെ കോഫി ടൈമിലുള്ള, അതായത് ആ ചായ കുടിക്കാനുള്ള ബ്രേക്കിൻ്റെ സമയത്തുള്ള സംസാരം, ആ ചായ കുടിക്കാനുള്ള ബ്രേക്ക്, ലഞ്ച് ബ്രേക്ക് ആയിക്കോട്ടെ, ടീ ബ്രേക്ക് ആയിക്കോട്ടെ, ആ ബ്രേക്കിൽ ബ്രേക്കിലുള്ള നമ്മുടെ സംസാരത്തിന് എന്തെങ്കിലും നിയന്ത്രണങ്ങളോ നിയമങ്ങളോ രീതികളോ പാറ്റേണോ, ഇന്ന രീതിയിൽ സംസാരിക്കണം, ഇന്ന ചാനൽ ഫോളോ ചെയ്യണം, ഇന്ന രീതിയിലേ പാടുള്ളൂ, അങ്ങനെ വല്ല നിയമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മൾ സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ചാനൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ഡയഗണൽ. എന്നാൽ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ, അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ എവിടെ വരുന്നില്ല? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നില്ല. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റാണ്, അതുപോലെ തന്നെ സ്പോണ്ടാനിയസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സാധാരണ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ നമ്മളെ വീഡിയോ, നമ്മളെ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.